അങ്ങനെ നെക്സ്റ്റ് കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു സ്റ്റാളിൽ പോയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരാവശ്യമില്ല, വെറുതെ. ഞാൻ ജപ്പാനിലോട്ട് വരുന്നതായിട്ട് മുമ്പ് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സെൻസ് അടുത്തുണ്ടായിരുന്നു. മൂപ്പർ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് അവിടെയുള്ള എല്ലാവരോടായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു. ആ സമയത്ത് എനിക്ക് ജാപ്പനീസ് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരോടൊക്കെ ബായ് പറഞ്ഞ് നെക്സ്റ്റ് സ്റ്റാളിലേക്ക് ഒരു ഫോട്ടോഷൂട്ട് കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ കയറി വെറുതെ 4 ഫോട്ടോ എടുത്തു. ഇന്ന് കുറേ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കീ ചെയിൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൾ കണ്ടപ്പോൾ അവിടുന്ന് ഒരു കീ ചെയിൻ ഉണ്ടാക്കിയാൽ എന്തേന്നൊരു തോന്നൽ. ഇവിടെ നമുക്ക് നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് കളർ ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കളറൊക്കെ ചൂസ് ചെയ്ത് ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ടാണ് സംഭവം ഉണ്ടാക്കുന്നത്. നല്ല തിരക്കുള്ളതുകൊണ്ട് അവിടുന്ന് പിന്നെ മെല്ലെ സ്കൂട്ടായി. പിന്നെ മെല്ലെ വിശക്കാൻ തുടങ്ങി. അപ്പം പിന്നെ നേരെ ഫുഡ് കൗണ്ടറിലോട്ട് പോയി. നേപ്പാളി സ്റ്റോറിൽ നിന്ന് ഒരു മോമോസും ടിക്കയും വാങ്ങിച്ചിരുന്നു. മോമോസ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടിക്ക ചൂടില്ലാത്തതുകൊണ്ടോ എന്തോ അത്രക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഇത് ഈ റൂഫ് ടോപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.